ഇന്ന് ഫെബ്രുവരി 7 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഗുണ്ടൂർക്കാരം എന്ന സിനിമയാണ്. മഹേഷ് ബാബുവിന്റെ നേതൃത്വ തിയേറ്ററുകളിലേക്ക് എത്തി നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്തെങ്കിലും 200 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ, അതായത് ഫെബ്രുവരി 9 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ തെലുഗു മാസ് എന്റർടൈനർ സിനിമ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ലഭ്യമാകും. ജയറാം കൂടി സിനിമയിൽ പ്രധാന റോൾ എത്തിയിട്ടുണ്ട്. ജയ് മഹേന്ദ്രനാണ് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഒരു മലയാളം OTT കണ്ടന്റ്. സോണി ലിവിന്റെ OTT സീരീസുകളിൽ ആദ്യ മലയാളം സീരീസ് കൂടിയാണ് ജയ് മഹേന്ദ്രൻ. സൈച്ചുകുറുപ്പ് നായകനെത്തുന്ന കോമഡി എന്റർടൈനർ സീരീസ് നാളെ ഫെബ്രുവരി 8 വൈകിട്ട് 6 മണിക്ക് ശേഷം ഏത് സമയത്തും സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഭക്ഷക് എന്ന ഒരു ഹിന്ദി ഡയറക്ട് OTT സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നുണ്ട്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഫെബ്രുവരി 9 ഈ ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യും. നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി OTT റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് ഒരു കൊറിയൻ നെറ്റ്ഫ്ലിക്സ് ഡയറക്ട് OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. എ കില്ലർ പാരഡോക്സ് എന്നാണ് സീരീസിന്റെ പേര്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ, അതല്ലെങ്കിൽ വരുന്ന ഫെബ്രുവരി 9 ഉച്ചയ്ക്ക് 12:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ കൊറിയൻ സീരീസ് OTT റിലീസ് ചെയ്യും. ഇന്ത്യൻ ഭാഷകളിൽ കൂടി ഈ കൊറിയൻ സീരീസ് OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കന്നഡയിൽ ഈ സമീപകാലത്തെ വിജയ ചിത്രമാണല്ലോ കാട്ടേര. ഈ കന്നഡ സിനിമയും കന്നഡ ഭാഷയിൽ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. C5ലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ ഫെബ്രുവരി 9 കാട്ടേര OTT റിലീസ് ചെയ്യും. അടുത്ത രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തമിഴിൽ നിന്നുള്ള സിനിമകളാണ്. അതിലൊന്ന് ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ്. വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 3 ഭാഗങ്ങളുള്ള സിനിമകളിൽ ആദ്യ പാർട്ടായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. ധനുഷിന്റെ വാർ ആക്ഷൻ ഡ്രാമ സിനിമ കൂടിയായ ക്യാപ്റ്റൻ മില്ലർ നാളെ അർദ്ധരാത്രി 12 മണിയോടെ ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 9 OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ശിവകാർത്തികേയന്റെ പൊങ്കൽ റിലീസായിട്ട് എത്തിയ മറ്റൊരു തമിഴ് സിനിമയാണല്ലോ അയലാൻ. പൊങ്കൽ വിന്നറായിട്ട് സിനിമ മാറിയെങ്കിലും ഈ ചിത്രവും ബിഗ് ബഡ്ജറ്റ് സിനിമയും വലിയ വിജയം നേടിയെടുക്കാനാവാതെ പോയ സിനിമയാണ്. രണ്ട് സിനിമകളുടെയും കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ചിത്രം നാളെ അർദ്ധരാത്രി 12 മണിയോടെ സൺനെസ്റ്റിലൂടെ ഫെബ്രുവരി 9 OTT റിലീസ് ചെയ്യും. ആദ്യം തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. അവസാനത്തെ അപ്ഡേറ്റ് തിയേറ്ററുകളിലും OTTയിലും വലിയ വിജയം നേടിയെടുത്ത, മികച്ച അഭിപ്രായങ്ങൾ OTT റിലീസിന് ശേഷം നേടിയെടുത്ത രൺബീർ കപൂറിന്റെ അനിമൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ ലിയോയും കഴിഞ്ഞ ദിവസം സലാറിന്റെ ഇംഗ്ലീഷ് പതിപ്പും വന്നതുപോലെ അനിമൽ എന്ന ബോളിവുഡ് സിനിമയുടെയും ഇംഗ്ലീഷ് പതിപ്പ് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഫെബ്രുവരി മാസം തന്നെ സിനിമയുടെ ഇംഗ്ലീഷ് ഡബ് വെർഷൻ OTT റിലീസ് ചെയ്യുന്നതാണ്. അതുവഴി കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്കും സിനിമ എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.